ക്യാൻസറിൻ്റെ ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞു, അമ്മ ഇത്രയും നാളത് കൊണ്ട് നടന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അമ്മ യേശുവെ നന്ദി. ഞാൻ 2021 എൻ്റെ വായിക്കാത്തൊരു മുഴയുണ്ടായിരുന്നു. 13 വർഷത്തോളം അത് ഉണ്ടായിട്ട്, 13 വർഷമായി അതുണ്ടായിട്ട്. 2 വർഷം കൊണ്ട് അതങ്ങ് വളർച്ചയായി. എൻ്റെ പേര് അന്നമ്മ എബ്രഹാം. ഞാൻ എൻ്റെ വീട്ടുപേര് കണ്ണമാലിൽ. ഞാൻ എടത്തുവാന്ന് വരുന്നു. ഞാൻ 13 വർഷം കൊണ്ട് എൻ്റെ മേളനാക്കിനൊരു മുഴ പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഞാനത് കൊണ്ട് നടന്നു. 2 വർഷം കൊണ്ട് അതങ്ങ് വളർച്ചയായി. ഒരു കൊഴുക്കട്ട പോലെ അത്രയായി, കരിനീലിപ്പുമായിരുന്നു. ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ആ മുഴ ഇവിടുന്ന് ഞാൻ എടത്തുവാ ചെന്നപ്പോൾ അത് പൊട്ടിയപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മോനെ എൻ്റെ ആ മുഴ പൊട്ടിയെന്ന് പറഞ്ഞു. അമ്മ പൊട്ടിയെങ്കിലും അമ്മ അതൊന്ന് കൊണ്ട് കാണിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാണിക്കാൻ നിങ്ങൾ വരാൻ. 2021 ഡിസംബർ 25 എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെയും കൊണ്ട് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോയി. അവർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് ക്യാൻസറിൻ്റെ ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞു, അമ്മ ഇത്രയും നാളത് കൊണ്ട് നടന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അമ്മയുടെ മത്തത്തിന് തേടി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നെ RCCയിലോട്ട് വിട്ടു. തിരുവനന്തപുരം RCC വിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നോക്കി അവർ പറഞ്ഞു, ഇത് ചെറുതായിട്ട് തോന്നിക്കുന്നുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, അതിൻ്റെ വേര് പല്ലുമായിട്ട് യോജിച്ചു, ഈ പല്ലിൻ്റെ 3 പല്ല് നിങ്ങളുടെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഡോക്ടർ സാരമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളിവിടുന്ന് വീണ്ടും ഡോക്ടറുടെ കൂടെ വീണ്ടും പോയി പല്ലിൻ്റെ ഡോക്ടറെ കാണുന്ന ഡോക്ടർ പറഞ്ഞു, അത് ഇവിടെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് പ്ലേറ്റ് വെക്കണമെന്ന് പറഞ്ഞു. പ്ലേറ്റ് വെച്ചു. അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ പൂർണ്ണമായി അവർ പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞു. ഞാൻ 2022 ഏപ്രിൽ മാസം ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു എൻ്റെ ബയോപ്സിക്ക് ചെയ്തപ്പം വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ സൈഡ് ഓപ്പൺ ചെയ്ത് വീണ്ടും അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ അമ്മേ നിൻ്റെ സന്നിധിയിൽ ഇനി ഞാൻ വരുമ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ലെന്ന് എനിക്കൊരു വാഗ്ദാനം കേൾക്കുവാണ്, ഞാൻ ഇവിടെ ഒന്ന് സാക്ഷി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് തിരിച്ചു 2020 ഏപ്രിൽ മാസം 20 വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ പരിശോധന നോക്കിയപ്പം പറഞ്ഞു യാതൊരു കുഴപ്പമില്ലെന്നു പറഞ്ഞു. ഇനി 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ചെക്കപ്പിന് വന്നാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ മാതാവ് ഈശോൻ്റെ നന്മയ്ക്ക് 1000 കോടാനുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉടമ്പടി തൈലം ഉപയോഗിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഈ ഉടമ്പടി തൈലം ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചു വാ കഴുകുകയും ഈ ഉടമ്പടി തൈലം എടുത്തു മേളിലെല്ലാം തൂക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി നിൻ്റെ സന്നിധി സാക്ഷി പറയാൻ എനിക്ക് ഇടയാക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഈ ജൂൺ മാസം 22 എനിക്ക് ചെക്കപ്പിന് വേണം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക്